ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ MG ശ്രീകുമാർ. MG അണ്ണൻ ഇപ്പോൾ വേടനെ അറിയില്ല, ഇവരൊക്കെ ആരാണ്? ഞാൻ 40-45 വർഷമായിട്ട് ഈ സംഗീത മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഗാനമേള ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ദാസേട്ടനെ പോലെയുള്ള ആളുകൾ 4 മണിക്ക് എണീറ്റ് സംഗീതം സാധകം ചെയ്യുന്നു. അതൊക്കെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇവരെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ശ്രീ MG ശ്രീകുമാർ ഇന്ന് എയറിലേറിയിരിക്കുന്നത്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹം ധരിക്കുന്നത് കറുപ്പാണ്. അദ്ദേഹം അയ്യങ്കാളിയുടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. MG ശ്രീകുമാർ എന്ന് പറയുന്ന കലാകാരനെ ഇപ്പോൾ ക്രൂശിക്കുന്നവർ എന്തുകൊണ്ട് ക്രൂശിക്കുന്നു എന്നാണ് ഞാൻ ഈ സംഭവങ്ങൾ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 1-2 സംഭവങ്ങൾ ആദ്യം പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അമ്പലത്തിൽ ഒരു ഗാനമേളയിൽ ചിലർ പാടി, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. അപ്പോൾ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇവിടെ നടക്കുന്നത് പുഷ്പനല്ല പുഷ്പാഞ്ജലിയാണ് എന്ന് പറഞ്ഞതോടുകൂടി സീനാകെ മാറി. പിന്നെ നടന്നത് എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ ഈ വേടൻ പറയുന്ന 2-3 വരികളുണ്ട്. ഞാൻ പാണനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല എന്ന്. ഇവിടെ ആരാണ് തമ്പുരാൻ എന്ന് എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേടൻ ആരെയാണ് തമ്പുരാൻ എന്ന് ഉദ്ദേശിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന പേര് അത് മറ്റാരുടെയുമല്ല, ഇന്ന് കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ തമ്പുരാനോ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം കൂടി പറയാം. ഇന്ന് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന് കമ്മ്യൂണിസം മാത്രം പാടി വളർന്ന്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായി മാത്രം ജീവിച്ച ഒരു കലാകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ കലാഭവൻ മണി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ രാമകൃഷ്ണൻ, RLV രാമകൃഷ്ണൻ, വർഷങ്ങളായി ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഈ പറയുന്ന അന്ന് 7-8 വർഷമായി ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ശ്രീ പിണറായി വിജയനാണ്. ആരും അയാൾക്ക് ജോലി കൊടുത്തില്ല. അയാൾക്ക് ജോലി കൊടുക്കാനുണ്ടായ സാഹചര്യം അയാളിൻ്റെ കറുപ്പിനെ വിളിച്ചു പറഞ്ഞതാണ്. അതും നിങ്ങൾ പറയുന്ന സവർണർ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടർ ഞങ്ങൾ സവർണരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ടീച്ചറാണ്. അവരുടെ വാക്കുകളാണ്. അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളോ അദ്ദേഹത്തെ ഒരു നേരമെങ്കിലും സഹായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ശ്രീ വേടൻ പറഞ്ഞ തമ്പുരാൻ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ശ്യാം പ്രസാദിൻ്റെ ഒരു സിനിമയിൽ, വളരെ പ്രശസ്തമായി വിജയിച്ച ഒരു സിനിമ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് ചെഗുവരയെ അറിയൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയും, ഇല്ല അച്ഛാ, ആരാ ചെഗുവര എന്ന് ചോദിക്കുന്നുണ്ട്. 4-5 വയസ്സുമായ ആ കുട്ടിക്ക് ചെഗുവരെ അറിയില്ല. അപ്പോൾ അതിൻ്റെ അച്ഛൻ പറയുന്നു, നിനക്ക് ചെഗുവരയെ അറിയില്ല, പോടാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അധിക്ഷേപിച്ചു വിടുന്നു. ഇതാണ് ഇവിടെയും നടക്കുന്നത്. ഈ വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ അച്ഛനാവാനുള്ള പ്രായമുണ്ട് MG ശ്രീകുമാറിന്. അദ്ദേഹം ഇന്ന് ഒരു 70 കടന്നിട്ടോ അല്ലെങ്കിൽ 70ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വേടനെ അറിയില്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇനി അദ്ദേഹം പറഞ്ഞ ആ ടോണ്, അത് പലർക്കും പല രീതിയിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്പോഴത്തെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടാണ്. അല്ലാതെ അദ്ദേഹത്തോട് വെറുപ്പുള്ളത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വേടനെ ഇന്ന് കേരളം അറിയുന്നത് തന്നെ ഒരു റാപ്പ് ഗായകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് കേരളത്തിൽ ഒരുപാട് പേര് വേടനെ അറിഞ്ഞിരിക്കുന്നത് വേടൻ കഞ്ചാവ് വലിച്ചിട്ടും വേടൻ പുലിപ്പല്ലിട്ടത് കൊണ്ടുമാണ്. അപ്പോൾ അതിലെന്താണ് തെറ്റ്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കലാകാരനെ ഇത്തരത്തിൽ പ്രസിദ്ധിയിലൂടെ ജനം അറിയുന്നു. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഇന്നും ചാറ്റ് ചെയ്യാറുണ്ട്. ഹായ് വേടൻ, നിങ്ങൾക്ക് സുഖമാണല്ലേ? ഹായ് വേടനെ എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറയണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാൾ നല്ല കലാകാരനാണെങ്കിൽ അയാൾ നന്നായിട്ട് ഉയർന്നു വരട്ടെ. MG ശ്രീകുമാർ പറഞ്ഞത് എന്താണ്? എൻ്റെ നാവിൽ സരസ്വതി വിളയാടുന്നു, ഞങ്ങൾ സരസ്വതി വിളയാടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ പാടുന്നത് എന്നൊക്കെയാണ്. വളരെ ശരിയല്ലേ? എന്നാൽ ഈ വേടനെ സംബന്ധിച്ച് വികട സരസ്വതിയാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പലപ്പോഴും
വിടർന്നു വരുന്നത് അല്ലെങ്കിൽ ഒഴുകി വരുന്നത്. ഈ ഞാൻ പാണനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്ക് എന്താണ് എന്ന് നിങ്ങൾ കേട്ടതല്ലേ. അത് നല്ല വാക്കായിട്ട് ഇപ്പോൾ പലരും ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് എന്തോ ആവട്ടെ. അപ്പോൾ MG ശ്രീകുമാറിന് വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ അമ്മമാരോടോ അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരോടോ പോട്ടെ, ഒരു 20 വയസ്സ് 18 വയസ്സ് 15 വയസ്സുള്ള കുട്ടികളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, വേടനെ അറിയാത്ത എത്രയോ പേരുണ്ട്. ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിധു പ്രതാപിനോടോ അഫ്സലിനോടോ ശ്രീ ശരത്തിനോടോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവരും ഇതുപോലെ തന്നെ പറയുള്ളൂ. അത് ഒരിക്കലും അവർ വലിയ ഉന്നത കുലജാതരായിട്ടോ അല്ലെങ്കിൽ MG ശ്രീകുമാർ നായരായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് വേറൊരു രാഷ്ട്രീയമാണ്. അതെന്താണെന്ന് വെച്ചാൽ ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ, കേരളത്തിൽ ഒരുപാട് ജനതകൾ അവിടെ തടിച്ചുകൂടി. അത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് കേരളം ഭരിക്കുന്ന പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ചിലർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ വേടനെ മുൻനിർത്തിയിട്ട് വേടന് വേണ്ടി വാദിക്കുന്നത് വേടനോടുള്ള സ്നേഹം കൊണ്ടുവന്നത് അല്ല, ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല പ്രവൃത്തി ചെയ്ത് നമ്മുടെയെല്ലാം പല സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു പാട്ടെങ്കിലും MG ശ്രീകുമാറിനെ നമ്മളെല്ലാം കേട്ട് ഉറങ്ങുന്നവരാണ്. അങ്ങനെയുള്ള ഒരാളുകളെ ക്രൂശിക്കുന്നതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് കറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല, അത് അയ്യങ്കാളിയുടെ രാഷ്ട്രീയമല്ല, അത് വേറെ ഒരു രാഷ്ട്രീയമല്ല, അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. പിണറായി വിജയൻ തമ്പുരാൻ മുന്നോട്ട് വയ്ക്കുന്ന വെറുപ്പ് തുപ്പുന്ന ഒരു രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ വെളുത്തവനെന്നും ഇവിടെ നായരെന്നും ഇവിടെ കറുത്തവനെന്നും താഴ്ന്നവനെന്നും എന്ന രീതിയിൽ ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിൽ വന്നിട്ട് വളരെയധികം നല്ലവരായി ജീവിക്കുന്നവരുടെ പോലും മനസ്സുകളെയും ചിന്തകളെയും ഒക്കെ ഇറിറ്റേഷൻ പരത്തുന്ന രീതിയിലോട്ട് ഒരുപാട് പേര് ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയൊന്നുമല്ല കല എന്ന് പറയുന്നത്. കറുത്തവനായാലും വെളുത്തവനായാലും കഴിവുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വളർന്നു വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. MG ശ്രീകുമാർ എന്ന ഗായകനെ ഇപ്പോൾ അതിനകത്ത് ഒരു ഉദാഹരണം കൂടി എനിക്ക് പറയാനുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശുദാസ് എന്ന് പറയുന്ന കലാകാരൻ, അദ്ദേഹത്തിനെ സെൽഫി എടുക്കാൻ ഒരാൾ വന്നപ്പോൾ അദ്ദേഹം വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിനെ മാറ്റുകയുണ്ടായി. അന്ന് യേശുദാസിനെ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തുകയും തേച്ചൊട്ടിക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനെ ഒരാൾ സെൽഫി എടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ വാങ്ങി പോക്കറ്റിലിട്ട് പോവുകയുണ്ടായി. ഇവിടെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ സ്റ്റാർ ആവുകയും അവിടെ യേശുദാസ് എന്ന് പറയുന്ന തലമുറകളോളം നമ്മളെ പാടി സന്തോഷിപ്പിച്ച ഒരു ഗായകൻ അവിടെ മോശമാവുകയും ചെയ്തു. ഒരു പ്രവൃത്തി തന്നെ രണ്ടുപേര് ചെയ്യുമ്പോൾ അതിന് രണ്ട് മുഖങ്ങൾ ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് ഒരിക്കലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോശമായ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള MG ശ്രീകുമാറിനെ പോലെയുള്ള മോശം പറയുന്ന ആളുകളെല്ലാവരും തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹം എന്ന കലാകാരൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. MG ശ്രീകുമാർ, എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, അതിൽ അനൂപ് മേനോൻ പറയുന്നുണ്ട്, സച്ചിൻ തെണ്ടുൽക്കർ 60ാമത്തെ വയസ്സിൽ കളിക്കുന്ന ഒരു ഫാസ്റ്റ് ഡ്രൈവ് നീ നിൻ്റെ ആയ കാലത്ത് കളിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ MG ശ്രീകുമാറിനെ പോലെയുള്ള കലാകാരന്മാർ ഇപ്പോൾ പാടുന്ന പാട്ട് ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെ പോലെയുള്ളവർ അവരുടെയൊക്കെ 40ാമത്തെ വയസ്സിലും 45ാമത്തെ വയസ്സിലൊക്കെ പാടാൻ കഴിവുള്ളവരാണോ എന്ന് തെളിയിക്കേണ്ടതുണ്ട് കാലം. എന്നിട്ടാവാം MG ശ്രീകുമാറിനെ പോലെയുള്ളവരുടെ മെക്കെട്ട് കയറുന്നതും MG ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളെ തെറി വിളിക്കുന്നത് എല്ലാം. ഇത്രയെല്ലാം പറഞ്ഞത്, ഒരുപാട് പേര് ഇവിടെ ജാതിയും മതവും വർണ്ണവും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കലയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെ മുറിവേൽപ്പിക്കാതെ നോക്കേണ്ടത് ഇവിടുത്തെ സമൂഹമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും പറയാൻ തോന്നിയത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.